പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് MST എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലെയർ 1 ബ്ലോക്ക് ചെയിനെ കുറിച്ചാണ്. MST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ഷോപ്പ് ടെക്നോസോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള, അതായത് GST കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഏകദേശം 20 വർഷത്തോളം നമുക്ക് നോഡ് റവന്യൂ, അതായത് ഇതിന്റെ ഷെയർസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് നോഡ് റവന്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് വേറെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടനിലക്കാരില്ലാണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ, സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ അങ്ങനെ നിരവധി ടെക്നോളജികൾ ഇപ്പൊ മാർക്കറ്റിൽ ഉടലെടുത്ത് വരുന്നുണ്ടെങ്കിലും ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ടെക്നോളജിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. എന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളത്. അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ഏകദേശം 51ഓളം പബ്ലിക് ലെയർ 1 ബ്ലോക്ക് ചെയിനുകളാണുള്ളത്. അപ്പൊ അതിൽ പെടുന്നതാണ് BTCന്റെ ബ്ലോക്ക് ചെയിനുകൾ, അദ്ദേഹത്തിന്റെ ബ്ലോക്ക് ചെയിനുകൾ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ലെയർ 1 ബ്ലോക്ക് ചെയിനിൽ നിന്ന് നമുക്ക് നോഡ് റിവാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് 20 വർഷത്തേക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ, അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതിലൊന്നും ജോയിൻ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളിൽ നേരെ MST ബ്ലോക്ക് ചെയിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. MST ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അത് അത്രത്തോളം പ്രൂവ് ചെയ്ത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ഓരോ ഫ്രാക്ഷൻസ്, അതായത് ഓരോ ഷെയറും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മെയിലോട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത എമൗണ്ട്, അതുപോലെ തന്നെ അതിന്റെ GST കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു റെസിപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ മെയിലോട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിൽ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം എത്രത്തോളം ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എന്നുള്ള രീതിക്ക്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അതിന് എൻ്റെ വീഡിയോ തന്നെ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പൊ എന്തായാലും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സെക്കൻഡറി ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കാണുക. ഈ വീഡിയോ നമ്മുടെ കാർഡിലുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോക്ക് ചെയിൻ ആണ് MST ബ്ലോക്ക് ചെയിൻ വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് പരിശോധിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിന്റെ PDF കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം. ഇവിടെ സൂം മീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡെയിലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ സൂം മീറ്റിൽ നിങ്ങൾക്ക് കയറാം. ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട്, നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് MST ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം. നമുക്ക് അവർ വിഷൻസ് കാണാം. വി വാണ്ട് ടു മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ദ വേൾഡ് ഓഫ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ MST ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലെയർ 1 ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ലെയർ 1 ബ്ലോക്ക് ചെയിൻ ടൈപ്പിക്കലി ഹാൻഡിൽ ടാസ്ക് ലൈക്ക് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിന്റെ ഡീസെൻട്രലൈസേഷൻ എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ലീഗൽ ആയിട്ടുള്ള വശങ്ങൾ നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇതിന്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ അതുപോലെ എന്റെ പാൻ കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്, ഓരോ ഫ്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ GST ബില്ല് അടക്കം എന്നുള്ള രീതിയിലാണ് നമുക്ക് മെയിലോട്ട് കിട്ടുക. ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ GST സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉദയം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, MSME എന്ന് പറയും, MSME സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നോക്കുന്ന സമയത്ത് SIC സർട്ടിഫിക്കറ്റ് ഉണ്ട്. SIC സർട്ടിഫിക്കറ്റ് എന്തിനാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്ലാറ്റ്ഫോം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ ലീഗൽ വശങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗോട് കൂടിയിട്ടാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് MST ലെയർ 1 ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സംഭവത്തിന്റെ യൂസ് കേസസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഡിജിറ്റൽ കറൻസീസ്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്, അതായത് DeFi സിസ്റ്റം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ.
അപ്പോൾ അതിന്റെ യൂസേഴ്സിന് വേണ്ടിയിട്ട് നോൺ ഫഞ്ചബിൾ ടോക്കൺസ് NFTസിന്റെ യൂസേജിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ സപ്ലൈ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, വോട്ടിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, ഗെയിമിംഗ്, അങ്ങനെയുള്ള പ്രബോധനമൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ യൂസ് ആയിട്ട് വരുന്നുണ്ട്, ബാങ്കിങ് മേഖലകളിൽ യൂസ് ആയിട്ട് വരുന്നുണ്ട്, പിന്നെ അഗ്രികൾച്ചർ മേഖലകളിൽ, ഇ-കൊമേഴ്സ്, അതുപോലെ ഹോട്ടൽ ഇൻഡസ്ട്രി, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ എന്ന് വേണ്ട കുറെ കാര്യങ്ങളിൽ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ യൂസ് കേസസ് ആയിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട്, അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നോഡ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് 20 ഇയേഴ്സിലോട്ട് നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ, അതായത് റിവാർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ നോഡായിട്ട് പറയുന്ന സമയത്ത് ഏകദേശം 42 നോഡുകളാണ് കമ്പനിക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഏകദേശം 3 നോഡ്സ് ആണ് കമ്പനി എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്, മൈനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഹോൾഡ് ചെയ്യുന്നത്. അതിൽ 39 നോഡുകൾ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ബിറ്റ്കോയിൻ, എതേറിയം, ഇതിന്റെയൊക്കെ എന്ന് പറഞ്ഞാൽ നോഡ് എന്ന് പറയുന്ന സംഭവം എന്താന്ന് പോലും നമുക്ക് ഈ ഒരു സാധനമൊക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത്, ഈ ഒരു ക്രിപ്റ്റോ കറൻസി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അന്ന് ഇത് എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് നോഡ് പർച്ചേസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ കോടികളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ബിറ്റ്കോയിൻ നോഡ്, അതുപോലെ തന്നെ എതേറിയം നോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടുത്തം കിട്ടും. അതായത് ഓരോ ബ്ലോക്ക് ചെയിൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിന്റെ സംഭവങ്ങളൊക്കെ സോൾവ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റവന്യൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു വലിയൊരു അവസരം തന്നെയാണ്. അപ്പൊ ഇതില് 39 നോഡുകളിൽ ഓരോ നോഡിലും 70,000 ഫ്രാക്ഷൻസ് ആണ് വരുന്നത്, 70,000 ഷെയറുകളാണ് വരുന്നത്. അപ്പൊ അതില് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 അങ്ങനെ ആ ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 1000 to 2000 ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഫ്രാക്ഷൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിൽ നമ്മൾ INR കൊടുത്താൽ മതി. ഞാനത് സെക്കൻഡറി ചാനലിൽ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ INR കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, എത്ര ഫ്രാക്ഷൻസ് വേണമെങ്കിലും, എത്ര ഫ്രാക്ഷൻ ഷെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു നോർത്ത് ഇന്ത്യക്കാരൻ ഇതിൽ ഏകദേശം 1032 ഫ്രാക്ഷൻ ഷെയർ ആണ് വാങ്ങിച്ച് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും ഫ്രാക്ഷൻ ഹോൾഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ 1032 ഷെയർ എടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന് ആകെ ചെലവായത് ഇന്നത്തെ റേറ്റ് പ്രകാരം ഏകദേശം 19,22,616 രൂപയാണ്. അത് പ്രകാരം കിട്ടിയ കോയിൻ ഇതുവരെ 34 ലക്ഷത്തി കോയിൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ അത് 1 രൂപ വെച്ച് തന്നെ കൂട്ടിയാൽ തന്നെ ഏകദേശം 34 ലക്ഷത്തിലധികം രൂപയുണ്ട്. അപ്പൊ ഏകദേശം 1 രൂപ വെച്ചിട്ട് തന്നെ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു MSTന്റെ, ഇപ്പം MSTC എന്ന് പറയുന്നൊരു കോയിൻ വരുന്നുണ്ട് ഇവരുടെ. അപ്പൊ അത് നമുക്ക് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ നോഡിലും 70,000 ഫ്രാക്ഷൻസ്, അതായത് ഫ്രാക്ഷൻ ഷെയറുകളാണ് വരുന്നത്. അപ്പൊ അതിൽ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ 1000 to 2000 റേറ്റ് ആണ് വരുന്നത്. പിന്നെ സ്റ്റേജ് 2 വരുമ്പോൾ 2000 to 3000, സ്റ്റേജ് 3 വരുന്ന സമയത്ത്, സ്റ്റേജ് 2 വരുമ്പോൾ 2000 to 3000, അത് സ്റ്റേജ് 3 വരുന്ന സമയത്ത് 3 to 4000, അങ്ങനെ നമുക്ക് 6 സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ടോട്ടലായിട്ട് MSTC എന്ന് പറയുന്ന കോയിൻ ആയിട്ടുള്ള രീതിയിലാണ്, ടോക്കൺ അല്ല. കാരണം ഓൺ ബ്ലോക്ക് ചെയിനും കാര്യങ്ങളൊക്കെയാണല്ലോ MSTC പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ ഇതിൽ വരുന്ന ഒരു കോയിനാണ് MSTC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ഈ ഒരു നെറ്റ്വർക്കും കാര്യങ്ങളും എങ്ങനെയാണ് ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ആഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെക്കൻഡറി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏകദേശം ഇതിന്റെ ടോട്ടൽ സപ്ലൈ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം 840 കോടിയാണ് സപ്ലൈയും കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്ലോക്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ ഹാവി മോഡലിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്ത് MSTCന്റെ ട്രാൻസാക്ഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 സെക്കൻഡ്സ്. ഇപ്പൊ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് 3 സെക്കൻഡാണ് ടൈം വരുന്നത്. ആ 3 സെക്കൻഡിൽ 200 MSTC ആണ് മൊത്തത്തിൽ കിട്ടുന്നത്. ആ മൊത്തത്തിൽ കിട്ടുന്നതിൽ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഹാവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 1-2 വർഷത്തിനിടയ്ക്കാണ് നടക്കുന്നത്. അപ്പൊ അതിലിപ്പോ പർച്ചേസ് ചെയ്തവർക്ക് എന്തായാലും എന്താ പറയുക 200 MSTC എന്നുള്ള രീതിയിലുള്ള ഒരു റിവാർഡ് കാര്യങ്ങൾ, നമ്മൾ എത്രത്തോളം ഷെയർസ് ആണ് പർച്ചേസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റിവാർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ അതിൽ ടോട്ടലായിട്ട് 3 സെക്കൻഡിൽ 200 MSTC വെച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ 1 and 2 ഇയേഴ്സിന് ശേഷം ഹാവിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് പകുതി ആയിട്ടുള്ള രീതിയിൽ റിവാർഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്ന കുറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 വർഷത്തിന് വീണ്ടും ഹാവിങ് നടക്കുമ്പോൾ 100 MSTC വീണ്ടും അത് 50 MSTC ആയിട്ട് മാറും. പിന്നെ ഒരു 5-6 വർഷത്തെ ആ ഒരു വർഷത്തിന്റെ കാലയളവിൽ ശരിക്കും പറഞ്ഞാൽ 50 MSTC എന്നുള്ളത് 25 MSTC എന്നുള്ള രീതിയിൽ വരും. പിന്നെ
ഒരു 7-8 വർഷം എന്നുള്ളൊരു ഗ്യാപ്പിൽ ഹാവിങ് നടക്കുന്ന സമയത്ത് ഏകദേശം 25 MSTC എന്നുള്ളത് 12.5 MSTC എന്നുള്ള രീതിയിലോട്ട് മാറും. അപ്പൊ അത് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ അതിനനുസരിച്ച് ആ ഒരു കോയിന്റെ റേറ്റ് എന്താവും, ഇൻക്രീസ് ആവും. അങ്ങനെയാണ് ബിറ്റ് കോയിന്റെ എതേറിയത്തിന്റെ ഒക്കെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നോഡൊക്കെ പർച്ചേസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇൻകവും കാര്യങ്ങളൊക്കെയാണ് അതിലൂടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. 200 MSTC ആണ് റിവാർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതില് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 സെക്കൻഡ്സിൽ 200 MSTC വെച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സെക്കൻഡിനെ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3 സെക്കൻഡ് വെച്ച് നോക്കുന്ന സമയത്ത് 66.67 MSTCs ആണ് പെർ സെക്കൻഡിൽ മൊത്തത്തിൽ റിവാർഡ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്നത്. ഏകദേശം പെർ മിനിറ്റിൽ 4000 MSTCs ആണ് നമുക്ക് മൊത്തത്തിൽ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ റിവാർഡ് പെർ ഹവറിൽ നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 2,40,000 MSTC ആയിരിക്കും. പിന്നെ റിവാർഡ് പെർ ഡേയിൽ 24 മണിക്കൂറത്തെ ആ ഒരു കാൽക്കുലേഷൻ നോക്കുന്ന സമയത്ത് ഏകദേശം 57,60,000 MSTCs വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് പെർ ഡേയിലോട്ട് വരിക. അപ്പൊ ഇതില് എത്രത്തോളം നേരത്തെ നമ്മൾ നോഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടോ അത്രയും നേരത്തെ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് നോഡും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന INR വെച്ചിട്ട് തന്നെ കേട്ടോ. INR വെച്ചിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 500 അല്ലെങ്കിൽ 500ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് പക്കാ വൈറ്റ് മണി ആയിട്ടുള്ള രീതിയിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ GST ബില്ല് കാര്യങ്ങളൊക്കെ അത് GST കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിലോട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് അത് കോയിനായിട്ടാണ് ഹോൾഡ് ചെയ്യാനായിട്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങൾ ബ്ലോക്ക് ചെയിൻ കാര്യങ്ങളൊക്കെ ടോക്കൺ പോക്കറ്റ് വാലറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്തോട്ട് കോയിനായിട്ടുള്ള രീതിയിൽ അങ്ങനെ വിഡ്രോൾ ചെയ്യാം കേട്ടോ, അങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ യൂസ് കേസസ് ഞാൻ പറഞ്ഞല്ലോ, യൂസ് കേസസ് കാര്യങ്ങളൊക്കെ, പിന്നെ ട്രാൻസാക്ഷൻ ഫീസ്, അല്ല സ്റ്റേക്കിംഗ്, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഗവേണൻസ് ആയിട്ടുള്ള ഒരു കോയിനാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് സംഭവമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടിട്ട് മനസ്സിലായ ആ ഒരു രീതിക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫ്രാക്ഷൻസ് മാക്സിമം എന്ത് ചെയ്യുക, ഫ്രാക്ഷൻ ഷെയർ നിങ്ങൾക്ക് എത്രത്തോളം വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വാങ്ങിച്ച് ഹോൾഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് തന്നെ വീണ്ടും ഞാൻ വീഡിയോ ചെയ്യും. വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റേറ്റ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അവസരമാണ്. നമ്മളിപ്പോൾ ഒരു 1500-2000 ആ ഒരു റേഞ്ചിൽ നമ്മൾ മുടക്കി നമ്മൾ ഫ്രാക്ഷൻ ഷെയർ വാങ്ങിച്ച് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 13 റേഞ്ചിൽ MSTCs കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്ത് ആയിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് MST ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.